എന്താടോ നിനക്കൊരു ടെൻഷൻ? ടെൻഷനോ? എനിക്കെന്തിനാ ടെൻഷൻ? ആ അതാ ഞാനും ചോദിക്കുന്നത്. അല്ല, നീ എന്തിനാ ഹോസ്പിറ്റലിൽ പോയത്? ഹോസ്പിറ്റലിൽ പോയിരുന്നോ? ആ, ഹോസ്പിറ്റലിൽ. മീൻചന്തയിലല്ല, ഹോസ്പിറ്റലിൽ. അത് അത് അതെ, ഞാനെൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ പോയതാ. അവനെ ബൈക്കിൽ നിന്ന് വീണ് തലയൊടിഞ്ഞ്, അല്ല കാലൊടിഞ്ഞ് കിടക്കുകയാണ്. അല്ല, നീ എന്തിനാ ഒരുമാതിരി പോലീസുകാർ ചോദ്യം ചെയ്യുന്ന പോലെ ചോദ്യം ചെയ്യുന്നത്? ആ, ഒരു പോലീസുകാരനുമായി നിനക്കും എനിക്കും ബന്ധമുണ്ടല്ലോ, നമ്മുടെ ACP. എടീ, വെറുതെ കുത്തും കോളൊക്കെ വെച്ച് എന്നോട് സംസാരിച്ചോണ്ടല്ലോ എന്റെ സ്വഭാവം മാറും കേട്ടോ. എന്റെ സ്വഭാവം അറിയാൻ പാടില്ലാത്തോണ്ടാ. ഇതിനെ ഞാൻ അവളുടെ കൂടെ കണ്ടിട്ടില്ല, എന്നാലും എല്ലാം എനിക്കറിയാം കേട്ടോ. ഞാൻ കണ്ടു. ദൈവമേ, ഇവള് ചതിക്കോ? ആ, എവിടെയായിരുന്നു? കുറച്ചു നേരമായിട്ട് കണ്ടില്ലല്ലോ. ഞാൻ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ, ദേ, അമ്മയോട് പറയാതെ ദൂരേക്കൊന്നും പോരുത് കേട്ടോ മോളെ. ഇല്ലമ്മേ. ആ അമ്മേ, അമ്മയുടെ ഈ പുന്നാര മോനുണ്ടല്ലോ, ഈ ACP. ആ, എന്റെ കാർത്തി. ആ, എന്താ, നീ അവനുമായിട്ട് വല്ല വഴക്കുണ്ടായോ? ഏയ് ഇല്ല. ഈ എന്റെ കാർത്തിന്ന് എപ്പോഴും പറയുമ്പോ എനിക്ക് കുറച്ച് ഈഗോ അടിക്കുന്നുണ്ട് കേട്ടോ. ഈഗോ ഒന്നും അടിക്കണ്ട. അവൻ എന്റെ മകൻ, നീ എന്റെ മകൾ, അത്രേ ഉള്ളൂ. ആ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മൈഥിലി ചേച്ചിയെ നമ്മുടെ ACP പ്രേമിച്ച് കല്യാണം കഴിച്ചാണോ? ഛേ, അവൻ പ്രേമിക്കാനൊന്നും പോയില്ല, അറേഞ്ച്ഡ് മാരേജാ. അവര് തമ്മിൽ നല്ല അടുപ്പം അല്ലേ? പിന്നെ ശ്രീരാമനെ സീതയും പോലെയാ, അത്രയ്ക്ക് ഇഷ്ടാ അവര് തമ്മില്. വൈകാതെ അവർക്കൊരു കുഞ്ഞ് ജനിക്കും, അങ്ങനെ ഞാനും ഒരു അമ്മുമ്മയാവും. അയ്യടാ, എന്റെ അമ്മ അങ്ങനെ അമ്മൂമ്മയൊന്നും ആവാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ അമ്മതേ ഇതുപോലെ എന്നും ഐശ്വര്യലക്ഷ്മി ആയിട്ട് വാഴണം, സുന്ദരി അമ്മയായി. മീനാക്ഷി, എന്താമ്മേ? നീ എന്താ കാർത്തിയുടെയും മൈഥിലിയുടെയും കാര്യം ഇപ്പൊ തിരക്കിയത്? അത് എല്ലാം ഒന്നും അറിയണ്ടേ അമ്മേ, അതുകൊണ്ട് ചോദിച്ചതാ. ഓ,
ഹലോ ആ മൈഥിലി. ഇനി നമ്മൾ എന്ത് ചെയ്യോടാ? എന്ത് ചെയ്യാൻ? അബോർഷനെ കുറിച്ച് മാത്രം ഇനി ചിന്തിക്കണ്ട, അത് അപകടമാണ്. പിന്നെ നീ പ്രസവിക്കുന്ന കുഞ്ഞിനെ ഞാൻ എൻ്റെ കുഞ്ഞായിട്ട് തന്നെ വളർത്തും. ഇല്ലെങ്കിൽ ഇത്രയും കാലം നിന്നെ സ്നേഹിച്ചതിന് എന്തർത്ഥം? ആ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തൊന്നും നീ ടെൻഷൻ ആവണ്ട. എന്തായാലും തൽക്കാലം കുറച്ച് ദിവസം കൂടി നമുക്കിവിടെ പിടിച്ചു നിന്നേ പറ്റൂ. അതിനുശേഷം നമുക്കിവിടം വിടാം. പോവാനുള്ള വഴി നമ്മുടെ മുമ്പിൽ എന്തായാലും തെളിയാതിരിക്കില്ല. ആരായിരുന്നു ഫോണിൽ? എന്തിനാ എന്നിങ്ങനെ പേടിക്കുന്നത്? ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ തന്നെയാ, അതെന്റെ പ്രൊഫഷൻ. പക്ഷേ നിന്റെ മുമ്പിൽ ഞാൻ സ്നേഹമുള്ളൊരു ഭർത്താവാ. ആരായിരുന്നു ഫോണില്? അമ്മയായിരുന്നു. ഞാൻ പോണ്ടാന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ നീ പോയി. അതല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാൻ കാരണം? ഞാൻ സ്വന്തം ഭാര്യയെ അടിച്ചമർത്തി ജീവിക്കുന്ന പഴയകാല മാടമ്പിയൊന്നുമല്ല, സൗമ്യനായ ഒരു മനുഷ്യന്. എന്നിട്ടും എന്റെ വാക്കുകൾ നീ ധിക്കരിച്ചു. അതെന്തുകൊണ്ട്? എനിക്കതറിയണം. എന്താ മൈഥിലി, ഞാൻ ചോദിച്ചതിന് മറുപടിയില്ലേ? You should come and see me officially as soon as possible. IG. അമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെ വെയിൽ കൊള്ളുന്നത്? ഇതൊക്കെ ചെയ്യാൻ ഇവിടെ സെർവൻസ് ഇല്ലേ? വെയിലും മഴയൊന്നും അമ്മയ്ക്കൊരു പ്രശ്നമല്ല മോനെ. പിന്നെ ഇത്തരം ജോലികളൊന്നും സെർവന്റിനെ ഏൽപ്പിച്ചാലേ ശരിയാവില്ല. എന്തായാലും ഇനി മുതല് അമ്മ ഔട്ട് ഹൗസിൽ നിന്ന് താമസിക്കണ്ട. മുത്തശ്ശിയോട് പറഞ്ഞ് ഞാൻ അമ്മയെ ഈ വീട്ടിനകത്തേക്ക് കയറ്റുന്നുണ്ട്. അതിന് ഞാൻ വീടിനകത്ത് കയറുന്നുണ്ടല്ലോ. അത് അടുക്കളയിൽ ആഹാരം വെക്കാനല്ലേ? ഞാൻ അതല്ല പറഞ്ഞത്. അമ്മ ചെമ്പകമംഗലത്താ താമസിക്കേണ്ടത്, അല്ലാതെ ഔട്ട് ഹൗസിലല്ല. അപ്പോ എന്നെ ആ ഔട്ട് ഹൗസിൽ ഒറ്റയ്ക്കാക്കാനാണല്ലേ ACPയുടെ പരിപാടി? ഓ, വന്നോ വഴക്കാളി. നിന്നെ എന്താ കാണാത്തേന്ന് ഞാൻ ആലോചിക്കായിരുന്നു. എന്റെ അമ്മ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടാവും. ആ അമ്മേ, പറയാൻ വന്ന പ്രധാന കാര്യം ഞാൻ പറഞ്ഞില്ല. എന്റെ അമ്മയ്ക്ക് ഈ മകന്റെ പിറന്നാൾ ആശംസകൾ. താങ്ക് യു മോനെ. പിറന്നാളായിരുന്നോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഈ മകളുടെയും പിറന്നാൾ ആശംസകൾ. താങ്ക് യു മോളെ. എന്നിട്ടും അമ്മയുടെ പിറന്നാൾ എന്താണെന്നുള്ള കാര്യം ഇന്നലെ രാത്രിയില് ഈ മകളോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇതൊക്കെ പറഞ്ഞു നടക്കേണ്ട കാര്യമാണോ മോളെ? അമ്മയ്ക്കുള്ള ഗിഫ്റ്റുമായിട്ട് ഞാൻ വൈകിട്ട് വരാം.
ഇവൾ ആ ലോഡ്ജിൽ വെച്ച് വൈശാഖിനോടൊപ്പം എന്നെ കണ്ടിട്ടുണ്ട്, ഉറപ്പാ. ഇതെന്തിനാ മുറി കുറ്റിയിടുന്നേ? പേടിക്കണ്ട, ആക്രമിക്കാനൊന്നും അല്ല. എന്നെ കോടതി ഉൾപ്പെടെ എല്ലാവരും മൈനറായിട്ട് വെച്ചിരിക്കുക. പക്ഷേ ഞാനൊരു ഉഗ്രൻ മേജറാ. ഉഗ്രം മേജറോ? അതെ, എല്ലാം എനിക്കറിയാമെന്ന്. പലരും അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഈ ചെമ്പകമംഗലത്തെ പ്രധാന മെമ്പറാണ് ഈ മീനാക്ഷി. അതുകൊണ്ട് ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് വളരെ സീരിയസാ. അതൊരു കാരണവശാലും തമാശയായിട്ട് എടുക്കരുത്. മീനാക്ഷി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കാരണമുണ്ട്. ACP കാർത്തിക് എന്റെ അച്ഛന്റെ പെങ്ങടെ മകനാ. അതായത് എന്റെ ബ്രദർ. അതുകൊണ്ട് നിങ്ങൾ എന്റെ നാത്തൂന്. അല്ല, നിങ്ങൾ എന്തിനാ ഹോസ്പിറ്റലിൽ പോയി? ആ, വിയർക്കണ്ട, വിറക്കണ്ട, പിന്നെ തലയിറങ്ങി നാടകമൊന്നും കളിക്കണ്ട. നിങ്ങളുടെ പിറകെ ഞാനും ഉണ്ടായിരുന്നു. അല്ല, എന്താ മിണ്ടാത്തെ? അതെനിക്ക് തലകറക്കം വന്നപ്പോ. ഒന്നും നിങ്ങൾ ഒളിക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ ആ ഗൈനക്കോളജിസ്റ്റിന്റെ മുറിയിലിരുന്ന് കരഞ്ഞു പറയുന്നത് ഞാൻ കേട്ടതാ. അയ്യോ, നിങ്ങളെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഒരു ഭാഗ്യല്ലേ ഒരു കുഞ്ഞുണ്ടാവാന്ന് വെച്ചാ, അതും ആദ്യമായിട്ട്. അബോർട്ട് ചെയ്യാന്നൊക്കെ വെച്ചാ അതെന്തൊരു ക്രൂരതയാ. മീനാക്ഷി പ്ലീസ്, നീ കരുതുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള്. എനിക്ക് PG ചെയ്യണം. പ്രഗ്നൻസി പീരീഡില് അത് ചെയ്യാൻ കാർത്തിക് സമ്മതിക്കാത്തതുകൊണ്ടാ ഞാൻ അബോഷനെ പറ്റി ചിന്തിച്ച്. നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് പഠിച്ചേ പറ്റൂന്ന് തോന്നി, അങ്ങനെയാ അത് സംഭവിച്ച. ഇനി അങ്ങനെ ഞാൻ ചിന്തിക്കില്ല. അബോഷനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യില്ല. നീ ക്ഷമിക്കണം. പിന്നെ ഈ കാര്യങ്ങളൊന്നും നീ ആരോടും പറയരുത്. നിങ്ങൾ ഈ പറഞ്ഞത് സത്യമാണല്ലോ? 100% സത്യമോ? ഞാൻ ആരോടും പറയില്ല. പക്ഷേ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും വഞ്ചന ഉണ്ടെങ്കിൽ ആര് വെറുതെ വിട്ടാലും ഈ മീനാക്ഷി വെറുതെ വിടില്ല. വരണം മിസ്റ്റർ കാർത്തിക്. ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് അല്പം സീരിയസ് ആണ്. അതാണ് ഒഫീഷ്യൽ മീറ്റിംഗ് മാറ്റി ഞാനിതൊരു പേഴ്സണൽ മീറ്റിംഗ് ആക്കി മാറ്റിയത്. എന്താ സർ? യു സിറ്റ് ഡൗൺ. നോ താങ്ക് യു സർ. താങ്കളുടെ അങ്കിൾ പ്രതിയായ ആ മാധുരി കൊലക്കേസ് ഇപ്പോൾ ഒരു വഴിത്തിരിവിലേക്ക് എത്തുകയാണ്. മനസ്സിലായില്ല സർ. മാധുരിയുടെ കൊലപാതകത്തിൽ ജയറാമിന് മാത്രമല്ല നന്ദിനിക്കും പങ്കുണ്ടെന്ന് വ്യക്തമായിരിക്കുന്നു.
നോ, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല സർ. മാധുരി എൻ്റെ അമ്മാവൻ്റെ ഭാര്യ മാത്രമല്ല, എൻ്റെ അച്ഛൻ പെങ്ങൾ കൂടിയാ. അവരെ ഒരിക്കലും എൻ്റെ അമ്മാവൻ കൊല്ലാൻ വഴിയില്ല. അതിലുപരി എൻ്റെ അമ്മയാ നന്ദിനി, എന്ന് വെച്ചാൽ വളർത്തമ്മ. അമ്മയ്ക്ക് അതിലൊരു പങ്കുമില്ല. അമ്മയും അങ്കിളും വിവാഹമോചിതരായിട്ട് വർഷം 10-18 കഴിഞ്ഞു. എൻ്റെ അമ്മ നിഷ്കളങ്കയും വെറും പാവമാണ്. ഇതിലേക്ക് അമ്മയെ വലിച്ചഴിക്കുന്നവരെ എനിക്കറിയാം. അതൊരു ചതിയാണ് സർ. കൂടുതൽ വിശദീകരിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. മാധുരി കൊലക്കേസിൽ നന്ദിനിക്കുള്ള പങ്ക് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു. സർ, അവരെ നിങ്ങൾ തന്നെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലിന് ഹാജരാക്കണം. ഇല്ലെങ്കിൽ മറ്റു പോലീസുകാരെ കൊണ്ട് എനിക്കത് ചെയ്യിപ്പിക്കേണ്ടി വരും. അതിന് നിങ്ങളായിട്ട് അവസരം ഉണ്ടാക്കരുത്. സർ, ഒരിക്കൽ കൂടി ഞാൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു, വെറുതെ കള്ളക്കേസ് ഉണ്ടാക്കി എൻ്റെ അമ്മയെ അറസ്റ്റ് ചെയ്യരുത്. എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം സ്ത്രീയാ. നിങ്ങളിതേ പറയൂന്ന് എനിക്കറിയാം. കാരണം നിങ്ങളെ വളർത്തിയ സ്ത്രീക്കെതിരായി നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാനും ഉത്തരവാദിത്തപ്പെട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് സർ. കുറ്റം എൻ്റെ അമ്മയോ അച്ഛനോ ചെയ്താൽ പോലും ഞാൻ കൂട്ടു നിൽക്കുകയില്ല. പക്ഷേ ഇതൊരു നീചമായ ചതിയാണ്. ജയറാമും നന്ദിനിയും ചേർന്നാണ് ഫ്ളാറ്റിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് മാധുരിയെ കൊന്നത്. ഒരിക്കലുമല്ല സർ. ഈ കേസിൽ സാറിന്റെ ഇൻട്രസ്റ്റ് എനിക്ക് മനസ്സിലായി. എന്റെ മറ്റൊരു അച്ഛൻ പെങ്ങളായ ഇന്ദ്രജയ്ക്ക് സാറിനോടുള്ള സ്വാധീനം. അനാവശ്യം പറയരുത്. നിങ്ങൾ എന്റെ സബോർഡിനേറ്റ് ആണെന്ന കാര്യം മറന്നു കളയരുത്. ദിസ് ഈസ് മൈ ഓർഡർ. യു ഷുഡ് അറസ്റ്റ് നന്ദിനി ഇമ്മീഡിയറ്റ്ലി. എന്താ? ഒരു ഓർഡർ ഉണ്ടായിരുന്നു മാഡം. ഓർഡറോ? എന്താ ഇത്? ഇത് കേക്കാണ്. കേക്കോ? അതെ. സാവിത്രി, മാലതി, എന്താ അമ്മേ? നീ കേക്കോ മറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ടോ? ഞാനോ? ഇല്ല. ഇതിന്റെ ബില്ല് പേ ചെയ്തായിരുന്നു? ആ അതെ, പേ ചെയ്താണല്ലോ. പിന്നെ ഇത് ആര് ഓർഡർ ചെയ്തു? അതെ, കേക്ക് ഓർഡർ ചെയ്തത് ഞാനാ. ബർത്ത്ഡേ കേക്കാ. ഹാപ്പി ബർത്ത്ഡേ മാഡം. ശരി. ആരുടെ ബർത്ത്ഡേ കൈമളേട്ടാ? ഇനി ഈ വായാട്ടിയുടെ ബർത്ത്ഡേ ആണോ? ആർക്കറിയാം. ആ കൈമളേട്ടാ, ഔട്ട് ഹൗസിൽ ചെന്ന് അവരോടൊന്ന് ചോദിച്ചേ ആരുടെ ബർത്ത്ഡേ ആണെന്ന്. എന്താ നിനക്ക് പോയി ചോദിച്ചൂടെ? നിന്റെ നാക്കിനെന്താ വല്ല പരുക്കും പറ്റിയോ? അതൊന്നും കൊണ്ടല്ല, എനിക്ക് വയ്യ. നിങ്ങൾ പോയി ചോദിക്കേ. നീ പോയി ചോദിക്കേ. നിന്റെ പേരക്കുട്ടിയല്ലേ? കൈമളേട്ടനല്ലേ അവിടെ മുത്തച്ഛൻ? ഞാൻ അവിടെ മുത്തച്ഛനാണെങ്കിലേ നീ ഉറപ്പായി അവിടെ മുത്തശ്ശിയാ. ഓ, എനിക്കിനി മുത്തശ്ശിയാവാനൊന്നും നേരമില്ല. ഇതൊന്നുമല്ല പ്രശ്നം. നിനക്കേ അവളെ പേടിയാ. നീ ഇങ്ങനെ ലോറി മേത്തോട്ട് വരുമ്പോ സ്വയം മസിൽ പിടിച്ചിരിക്കുന്ന തവളെ പോലെ ബലം പിടുത്തം കാണിച്ച അവളും വകവക്കത്തില്ല. മീനാക്ഷി കൊച്ചേ നല്ലത് പറയും. അത് ശരിയാ, അവളുടെ നാക്കിനെ എല്ലില്ല. എന്നാലും ആരുടെ ബർത്ത്ഡേ ആണെന്ന് അറിയാനേ എനിക്കൊരാഗ്രഹം. എന്റെ കൈമലട്ടനല്ലേ, പ്ലീസ് ഒന്ന് പോയി തിരക്ക്. ചെല്ലു കൈമലട്ടാ. എത്ര വയസ്സായാലും ഈ അച്ചിക്കൊന്നും പദവിയിൽ നിന്ന്
ഒരു പുരുഷനും റിട്ടയർമെന്റ് ഇല്ല. എന്റെ കൈമലേട്ടനല്ലേ? ഓ ഓ ഓ, ശരി. ആ മൈഥിലി,